പോലീസുകാരുടെ ആത്മഹത്യ ഗൗരവത്തോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടന്നത്. ജില്ലാ പ്രസിഡന്റ് എസ് അനീഷ് കുമാർ പതാക ഉയർത്തി. ഏറെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ് പോലീസ് സേന. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. ജനമൈത്രി പോലീസ്, സ്റ്റുഡൻസ് പോലീസ്, കേഡറ്റ് തുടങ്ങിയവയെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രളയങ്ങൾ, കോവിഡ് മഹാമാരി കാലഘട്ടങ്ങളിൽ ജീവൻ പണയപ്പെടുത്തിയാണ് പോലീസ് സേവനമനുഷ്ഠിച്ചത്. സാമൂഹിക, സാംസ്കാരിക, സന്നദ്ധ സേവന മേഖലകളിലെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഞാൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഏകദേശം 23 വർഷങ്ങളായി. ഈ കാലയളവിൽ തന്നെ ഒട്ടനവധിയായിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പോലീസ് അസോസിയേഷൻ്റെയും ഓഫീസേഴ്സിൻ്റെയും എല്ലാം മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ ബഹുമാനായ ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ആകുലതകളും ആശങ്കകളും അതോടൊപ്പം വിഷയങ്ങളും പരിഹാരമാർഗങ്ങളും എല്ലാം കണ്ടെത്താൻ കൂട്ടായിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നൊരു സമ്മേളനമാണ്. അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ഏകദേശം 45 വർഷങ്ങളായി ഈ സംഘടന രൂപീകൃതമായിട്ട്. 4.5 പതിറ്റാണ്ടിൻ്റെ പഴക്കം. പിൻതലമുറക്കാരും തുടർന്നു വന്നവരുമെല്ലാം ഇക്കാര്യത്തിലെടുത്ത വലിയ ഡെഡിക്കേഷൻ ഒട്ടേറെ മാറ്റങ്ങൾ കടകൊടുക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്യൂട്ടിക്കടിയിൽ മരണപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയങ്ങൾ ഏത് തരത്തിൽ പരിഹരിക്കണം, ഇക്കാര്യങ്ങളിലെല്ലാം വലിയ തോതിൽ തീരുമാനമെടുപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് അസോസിയേഷൻ്റെ ഈ സംഘടന. വളരെയേറെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പരിക്കേറ്റവരുടെ മെഡിക്കൽ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്ന ലീവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈ തലത്തിലെല്ലാം നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കുമ്പോഴും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളെല്ലാം ആധുനികവൽക്കരണത്തിൻ്റെ പാതയിൽ ചിന്തിക്കപ്പെടുന്നു എന്നുള്ളത് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു ആശങ്കയായി തന്നെയാണ് ആ വാക്കിൽ നിന്ന് ദർശിക്കാൻ കഴിയുന്നത്. മാനസികാരോഗ്യ നില മെച്ചപ്പെടുത്തുകയും പോലീസിനെ ഡെഡിക്കേറ്റഡായി നിർത്തുകയും വ്യക്തിഗതമായി അത്തരം ആലോചനകൾക്ക് പ്രസക്തമാകുന്നൊരു ഘട്ടത്തിൽ കുട്ടികളോട് സ്കൂളിൽ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പഠിക്കണമെന്നുള്ള ആഗ്രഹം, മാർക്ക് കുറഞ്ഞൊരു ആത്മഹത്യ, മെൻ്റൽ പവർ കുറഞ്ഞു വരുന്നു, ഏതിനോടും പ്രതിരോധിക്കുവാനും എതിരിടാനും കഴിയാത്ത വരുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം തുടർച്ചയായി പല മേഖലകളിലും പല ഘട്ടങ്ങളിലും കണ്ടുവരുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയേറെ വിഷമകരമായൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അക്കാര്യങ്ങളെല്ലാം. ജില്ലാ പ്രസിഡന്റ് എസ് അനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കൌൺസിലർ സോണിയ ജെബി, ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ.വി. പ്രദീപൻ, സംസ്ഥാന പ്രസിഡന്റ് എസ്.ആർ. ഷിനോദാസ്, ജോയിന്റ് സെക്രട്ടറി എം.എം. അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് സഞ്ജു വി. കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഇ.ജി. മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന.